ഹലോ, വെൽക്കം ടു മോട്ടോ ഫാമിലി വ്ളോഗ്സ്. ഇന്ന് ഞങ്ങൾ മൂന്നാറിലുള്ള ഒരു പ്ലാന്റേഷൻ റിസോർട്ടിൽ സ്റ്റേക്കേഷന് പോയതിൻ്റെ വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊരു കിഡിലൻ റിസോർട്ടാണ് കേട്ടോ. ഒരു വീക്കെൻഡ്സിലൊക്കെ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ ഈ റിസോർട്ട്. ഞങ്ങളൊരു 1 ഡേ സ്റ്റേക്കേഷനാണ് കേട്ടോ പ്രിഫർ ചെയ്തത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ മോനും കൂടിയാണ് സ്റ്റേക്കേഷന് വന്നത്. ഇത് ഈ റിസോർട്ടിൻ്റെ ഒരു അടിപൊളി ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. റിസോർട്ടിൽ നിന്ന് ഈ കൊച്ചു ബ്രിഡ്ജ് വഴി നമുക്ക് പ്ലാന്റേഷനിലെ മറ്റ് കാഴ്ചകളൊക്കെ കാണാൻ പോകാം കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 1 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. അതിന് ശേഷം റൂം അലോട്ടാവാൻ ഞങ്ങൾക്ക് കുറച്ച് ടൈം എടുത്തായിരുന്നു. സോ ഞങ്ങൾ ആ തേയിലത്തോട്ടത്തിനിടയിലൂടെയൊക്കെ ഒന്ന് നടന്ന് പിന്നെ പിറ്റേന്ന് നമുക്ക് ഒരു 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ഉള്ളത് കൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ഔട്ട്ഡോർ പൂൾ എക്സ്പ്ലോർ ചെയ്യാനാട്ടോ പോയത്. ഇപ്പോൾ ഈ ക്ലൈമറ്റൊക്കെ വെയിലുള്ളതായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര കോൾഡായിരുന്നു കേട്ടോ. ഈ മഞ്ഞൊക്കെ ഞങ്ങൾക്ക് ഈവനിങ് ആയപ്പോഴാട്ടോ ആ വൈബൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. ഈ പൂളിലോട്ട് ഇറങ്ങി കുറച്ച് നേരം ഞങ്ങൾ കളിച്ചു. ആ ദിവസത്തെ കംപ്ലീറ്റ് യാത്രാക്ഷീണവും അതിൽ അലിഞ്ഞു പോയല്ലോ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. ഈ തണുത്തുറഞ്ഞ വെള്ളവും മൂന്നാറിൻ്റെ മലനിരകളൊക്കെ കണ്ട് ഞങ്ങൾ പൂൾ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഈ സ്പേസ്. ഞങ്ങളൊരു സാധാ റൂമാണ് കേട്ടോ എടുത്തത്. ഇവിടെ ഹണിമൂൺ കോട്ടേജും ട്രീ ഹൗസും ഒക്കെ ഉണ്ട് കേട്ടോ അക്കോമഡേഷന്. ഫോറിനേഴ്സും അല്ലാതെ തന്നെ നേറ്റീവ്സും ഒക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. നല്ല മഞ്ഞുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ മനോഹരമായിട്ട് നമുക്ക് അനുഭവിക്കാം. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. തണുപ്പുണ്ടെങ്കിലും വെയിലായിരുന്നു. പക്ഷേ ഇതൊരു മഞ്ഞുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിലുണ്ടല്ലോ, അയ്യോ ഭയങ്കര ഭംഗിയാണ് ഈ പ്ലേസിനൊക്കെ. നമുക്ക് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും ആ ക്ലൈമറ്റ് കിട്ടി തുടങ്ങിയായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ടും നമ്മൾ അതിലൂടെ കുറച്ച് നേരം നടന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ കുറച്ചങ്ങ് നടന്ന് നീങ്ങിക്കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കും അതുപോലെ ജീപ്പ് സഫാരിയും ഹോഴ്സ് റൈഡും സൈക്ലിങ്ങും ഒക്കെ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ 2 മുട്ടൻ കുതിരകൾ നിൽക്കുന്നത്. ഇവന്മാരുടെ മേലെ കയറിയാണ് നമ്മൾ ഹോഴ്സ് റൈഡിനൊക്കെ പോയത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നുപോയതായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് റൈഡ്സ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടോയ്സ്. അവർക്കും അവരുടെ ടൈം നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആട്ടോ ഇതൊക്കെ. ഈ പ്ലാന്റേഷൻ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഔട്ട്ഡോർ പ്ലേ ഏരിയ ഒക്കെ അവർ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ട്രക്കിങ്ങിന് പോണ റൂട്ടാണ് കേട്ടോ. നമ്മളന്ന് വന്നപ്പോൾ ജീപ്പ് സഫാരി ഒന്നും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നീട് നമ്മൾ പോകുന്നത് ഈ ഒരു വ്യൂ കാണാനാണ്. ഇവിടെ ഇതിന് മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ സൺസെറ്റായിരുന്നു കണ്ടത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റൂമിലോട്ട് പോയിരുന്നു. നമുക്ക് ഡിന്നർ കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ
കുറച്ച് നേരത്തെ ഇറങ്ങി പോകുന്നായിരുന്നു കേട്ടോ അവിടെ നിന്ന്. കാരണം മോൻ ഭയങ്കര ടയേർഡായിരുന്നു. അവന് അന്നത്തെ യാത്രാക്ഷീണവും അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഒപ്പം ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം നടന്നപ്പോഴേ ആളും അടുത്തായിരുന്നു. സോ നമ്മൾ തിരിച്ച് റൂമിലോട്ട് ചെന്നു ഡിന്നർ കഴിക്കാനും അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ കൂടാനും വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഒരു ക്യാമ്പ് ഫയർ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബ് പാട്ടൊക്കെ വെച്ച്. നമ്മൾ മാത്രമല്ല, ഫോറിനേഴ്സും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നേറ്റീവ്സും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഒരു മണിക്കൂറോളം ഈ തീ കാഞ്ഞ് അവിടെ ഇരുന്നായിരുന്നു. നല്ല അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ അത്. നല്ല തണുത്ത കാലാവസ്ഥയും നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല. എന്നാലും നല്ല മഞ്ഞുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ഈവനിങ് ആയപ്പോഴും ചെറിയ മഴയൊക്കെ കിട്ടിയായിരുന്നു. സോ നമ്മൾ ക്യാമ്പ് ഫയർ കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ 11 മണിക്ക് ചെക്ക് ഔട്ട് ആകാനുള്ളതാണ്. പിറ്റേന്ന് അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മസാജും ഹെർബൽ സ്പായൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല. പിറ്റേന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ വീണ്ടും തേയിലത്തോട്ടത്തിനിടയിലൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് പോയി. എന്തായാലും ഒരു ദിവസം നമുക്കൊന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടും ഒന്ന് അടിപൊളിയായിട്ട് മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യാനാണെങ്കിൽ ഈ റിസോർട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. And stay tuned for our next journey.